ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി സൂര്യയെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ പത്മ പിടിക്കുകയാണ്. പത്മയും വേദയും ഇന്ദ്രജയും വിജയനും കാരണം സൂര്യയുടെ അടുത്ത് എത്താൻ കഴിയുന്നില്ല. സൂര്യയെ കാണാൻ വേണ്ടി ഒരു തരത്തിലും പത്മയും വേദയും ഇന്ദ്രജയും വിജയനും സമ്മതിക്കുന്നില്ല. അവസാനം നന്ദിനി തോറ്റു കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇവർ എന്ത് തന്നെ ചെയ്താലും ശരി, സൂര്യ സാറിനെ എങ്ങനെയെങ്കിലും ഞാനൊന്ന് കാണും, സൂര്യ സാറിന് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് എങ്ങനെയെങ്കിലും അറിയിക്കണം എന്ന് നന്ദിനി തീരുമാനിക്കുകയാണ്. രാജു പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ വിജയൻ സൂര്യയുടെ റൂമിൻ്റെ പുറത്ത് തന്നെ കാവലായി കിടക്കുന്നത് കൊണ്ട് രാജുവിന് സൂര്യയുടെ റൂമിൽ പോയി നന്ദിനി ഇവിടെ ഉണ്ട്, ഇവിടെയുള്ളവർ കാരണമാണ് നന്ദിനിക്ക് സൂര്യ സാറിൻ്റെ അടുത്ത് വരാൻ കഴിയാത്തത് എന്ന് പറയാൻ ഒരു തരത്തിലും രാജുവിന് കഴിയുന്നില്ല. അതെല്ലാം തന്നെ വിജയനും ഇന്ദ്രജയും വേദയും കൂടി കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലും രാജുവിന് സൂര്യയുടെ അടുത്ത് പോയി സത്യം പറയാൻ കഴിയുന്നില്ല. അവസാനം നന്ദിനി ഒരു തീരുമാനമെടുക്കുകയാണ്. രാജു പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തു പോകുന്ന സമയത്ത് രാജുവിനോട് പറയുകയാണ്, ഒരു സ്ലേറ്റും ഒരു പെൻസിലും വാങ്ങി വരാൻ പറയാൻ കേട്ടോ. അപ്പോൾ അതെന്തിനാണ് നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, ആദ്യം രാജുവേട്ടൻ സ്ലേറ്റും പെൻസിലും വാങ്ങിയിട്ട് വാ, അതും ഇവിടെയുള്ളവർ കാണരുത് എന്ന് പറയട്ടോ. അങ്ങനെ കാണാതെ രാജു നന്ദിനിയുടെ കയ്യിൽ സ്ലേറ്റും പെൻസിലും കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി അതിലെഴുതുകയാണ്, സൂര്യ സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് സൂര്യ സാറിൻ്റെ അടുത്ത് വരാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരാരും എന്നെ അനുവദിക്കുന്നില്ല, ഞാൻ ഒരിക്കലും സൂര്യ സാറിനെ വിട്ട് ഇവിടെ നിന്നും പോവില്ല, സൂര്യ സാറിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ആ സ്ലേറ്റിൽ. എന്നിട്ട് രാജു വരികയാണ്, എന്താ നന്ദിനി ഈ സ്ലേറ്റിൽ എഴുതിയത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നന്ദിനി എഴുതിയത് രാജു വായിക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് നന്ദിനി നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, രാജുവേട്ടൻ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ടെറസിൽ കയറുകയാണ്. എന്നിട്ട് സൂര്യ കിടക്കുന്ന റൂമിൻ്റെ ജനലിനോട് ചേർന്ന് ഈ സ്ലേറ്റ് കെട്ടിത്തൂക്കുകയാണ്. സൂര്യ എങ്ങാനും ഈ സ്ലേറ്റ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സൂര്യ സാർ അത് ഉറപ്പായും വായിക്കും. അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് സൂര്യ സാറിനും മനസ്സിലാവും. അപ്പോഴെങ്കിലും സൂര്യ സാറിന് ഒരു ചെറിയ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയാണ് നന്ദിനി ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി സൂര്യ കിടക്കുന്ന റൂമിൻ്റെ നേരെയായിട്ട് ഈ സ്ലേറ്റ് കെട്ടിത്തൂക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് വേദയും ഇന്ദ്രജയും വിജയനും കൂടി വരികയാണ്. എന്നിട്ട് സൂര്യയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ നോക്കുമ്പോൾ സൂര്യ അതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സൂര്യക്ക് നിർബന്ധിച്ച് മരുന്ന് കൊടുത്ത് ഉറങ്ങാനുള്ള ഗുളിക കൊടുത്ത് മയക്കി കിടത്തുകയാണ്. സൂര്യ നന്നായിട്ട് തന്നെ നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ച് ബഹളം വെക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഇവിടെ ദേഷ്യപ്പെട്ട് ഒച്ചയെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെയാണ് വിജയനും ഇന്ദ്രജയും വേദയും കൂടി സൂര്യയെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ച് മയക്കി കിടത്തുന്നത്. അപ്പോഴും നന്ദിനി എഴുതിയ ആ സ്ലേറ്റ് സൂര്യയ്ക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി, നന്ദിനി ഇവിടെയില്ല, നന്ദിനി നിന്നെ വിട്ട് എന്നേക്കുമായി അവളുടെ വീട്ടുകാരോടൊപ്പം പോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ സൂര്യ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവർക്ക് അവസാനം ഒരു മാർഗം കണ്ടുപിടിക്കുകയാണ്. സൂര്യ വിശ്വസിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമാണുള്ളത്, അത് അവൾ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ പത്മ പറയണ, ആര് വിചാരിച്ചാൽ? അപ്പോൾ ഇന്ദ്രജ കാര്യം പറഞ്ഞു കൊടുക്കണം. ആരതി പറഞ്ഞാൽ സൂര്യ ഉറപ്പായും വിശ്വസിക്കും, ആരതിയെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ വേദ പറയണ, അവളുണ്ടോ പറയുന്നു, ഒരിക്കലും പറയില്ല, നന്ദിനിയെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇന്ദ്രജ അതിനുള്ള മാർഗവും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ പത്മയ്ക്ക്. അപ്പോൾ പത്മ, അത് നീ പറഞ്ഞ നല്ല മാർഗം തന്നെയാണ്, ഇതോടുകൂടി ആരതി ഉറപ്പായും സൂര്യയോട് നന്ദിനി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പറയും, അവളെ കൊണ്ട് പറയിപ്പിക്കാം, അതിനുള്ള മാർഗം എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പത്മ വലിയൊരു ചതിയാണ് വിവേകിനെതിരെ ഒരുക്കുന്നത്. അങ്ങനെ വിവേകിനെ കമ്പനിയിലെ പണം മോഷ്ടിച്ചു എന്നുള്ള പേരിൽ വിവേകിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആരതിയാണെങ്കിലോ ഇക്കാര്യം അറിഞ്ഞതോടുകൂടി നേരെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് നന്ദിനിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ പത്മയോട് പറയണേ, ഇല്ല, ഒരിക്കലും വിവേക് ഒരാളുടെ പണവും മോഷ്ടിക്കില്ല, ഇതിൽ ചതിയുണ്ട്, ഒരിക്കലും വിവേക് അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ പത്മ പറയണ്, വിവേക് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അവനിപ്പോൾ പൈസയ്ക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വിവേക് പണം മോഷ്ടിച്ചിട്ടുള്ളത്, എന്തായാലും അവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, അവന് നല്ല ശിക്ഷയും കിട്ടിക്കോളും. അപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് പത്മയോട് പറയണം,
പറയണ ഇല്ല, വിവേക് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ട് മാഡം, വിവേകിനെ പുറത്തിറക്കണം, വിവേക് നിരപരാധിയാണ് മാഡം, ഒന്ന് പറഞ്ഞത് കേൾക്ക് എന്ന് പറയുമ്പോൾ പത്മ പറയണേ എങ്കിൽ ഞാൻ പറയുന്ന കാര്യം അനുസരിച്ചാൽ വിവേക് പുറത്തിറങ്ങും, അത് നീ ചെയ്യണം എന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് മാഡം എന്ന് ചോദിക്കുമ്പോൾ നീ പോയി സൂര്യയോട് പറയണം നന്ദിനി ഇവിടെ ഇല്ല, നന്ദിനി അവളുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി, അവൾക്ക് ഏറ്റവും വലുത് അവളുടെ അനിയത്തിമാരും അച്ഛനും മുത്തശ്ശിയുമാണെന്നുള്ളത് അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം, എങ്കിലാണ് വിവേക് പുറത്തിറങ്ങൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആരതിക്ക് അത് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. ആരതി പറയണേ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ശരി, ഇങ്ങനെ ഒരു നുണ ഞാൻ ഏട്ടനോട് ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞ് ആരതി ദേഷ്യം പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനിയോട് എല്ലാ കാര്യങ്ങളും ആരതി പറയണം, ഇവർ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ, വിവേകിനെ ചതിച്ചത് തന്നെയാണ്, ഇവർ തന്നെയാണ് പണം മാറ്റി വെച്ചിട്ടുള്ളത്, എന്നിട്ട് വിവേകിനെ ഇവർ അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്, പത്മ മേഡത്തിൻ്റെ ബുദ്ധിയാണ് ഇതൊക്കെ, എന്നിട്ട് എന്നോട് പറഞ്ഞ ഡിമാൻഡ് എന്താണെന്നോ, വിവേകിനെ പുറത്തിറക്കണമെങ്കിൽ ഏട്ടനോട് ചെന്ന് വലിയൊരു കള്ളം പറയാൻ പറഞ്ഞിരിക്കുകയാണ്, നന്ദിനി ഇവിടെ ഇല്ല, നന്ദിനി അവളുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി, ഏട്ടനെ അവൾ അത്രയാണ് സ്നേഹിച്ചിട്ടുള്ളൂ എന്നുള്ള വലിയ കള്ളം എന്നോട് പറയാനാണ് അവർ പറഞ്ഞത്, പക്ഷേ ഞാൻ അതൊരിക്കലും പറയില്ല, വിവേകിനെ പുറത്തിറക്കണമെങ്കിൽ അങ്ങനെ ഒരു കള്ളം പറയണം, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല നന്ദിനി എന്ന് പറഞ്ഞ് ആരതി പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇതെല്ലാം കേട്ടും കൊണ്ട് ആ പത്മ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പത്മ നേരെ പോലീസിനെ വിളിക്കുകയാണ്, എന്നിട്ട് വിവേകിനെ നന്നായിട്ട് തന്നെ നിങ്ങൾ പെരുമാറണം എന്ന് പറഞ്ഞുള്ള കാര്യം പറയുമ്പോൾ എസ് ഐ എന്താ മാഡം ഈ പറയുന്നത്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം, വിവേകാണ് എൻ്റെ കമ്പനിയിലെ പണം മോഷ്ടിച്ചിട്ടുള്ളത് എന്ന് അവനെ കൊണ്ട് നിങ്ങളുടെ മാർഗം പ്രയോഗിച്ച് അവനെ കൊണ്ട് അത് സമ്മതിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. അങ്ങനെ പോലീസ് വിവേകിനെ സെല്ലിനകത്തേക്ക് കയറ്റുകയാണ്, എന്നിട്ട് നന്നായിട്ട് തന്നെ ഇടിച്ചൊരു പരുവമാക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞതുപോലെ തന്നെ ആരതിയുടെ ഫോണിലേക്ക് വിളിപ്പിക്കുകയാണ്, എന്നിട്ട് വിവേകിനെ അടിക്കുന്നതും അലറി കരയുന്നതും എല്ലാം തന്നെ ആരതിയെ കൊണ്ട് കേൾപ്പിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ പത്മ പറയുന്നത് പോലെയാണ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ സ്പീക്കറിലിട്ടുകൊണ്ടാണ് ആരതിയും നന്ദിനിയും ഇത് കേൾക്കുന്നത്. അങ്ങനെ ആരതി ഇത് കേൾക്കുന്ന സമയത്ത് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ വിവേകാണെങ്കിലോ അലറിയും കൊണ്ട് പറയുകയാണ്, ആരതി എന്നെ ഇവർ ഇടിച്ചൊരു പരുവമാക്കുമാണ്, എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല, ആരതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവരുടെ പണം എടുത്തിട്ടില്ല, ആരതി ഇത് വലിയ ചതിയാണ്, എന്നെ ഇവർ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ് അലറിയും കൊണ്ടാണ് കേട്ടോ വിവേക് വേദന സഹിക്കാതെ സംസാരിക്കുന്നത്. അതെല്ലാം തന്നെ ആരതിയും നന്ദിനിയും കേൾക്കുന്നുണ്ട്. അവസാനം നന്ദിനി ആ തീരുമാനം എടുക്കുകയാണ്, വിവേക് ഒരു തരത്തിലും ശിക്ഷ അനുഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് പത്മ മേഡം പറഞ്ഞതുപോലെ തന്നെ സൂര്യ സാറിനോട് ചെന്ന് ആരതി ഇക്കാര്യം പറയണം, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി എന്നുള്ളത് പറയണം. അയ്യോ നന്ദിനി എന്നെക്കൊണ്ട് പറയാൻ കഴിയില്ല, അങ്ങനെ പറയരുത് ആരതി, നിനക്ക് വിവേകിനെ പുറത്തിറക്കേണ്ട, അല്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർ വിവേകിനെ അടിച്ചു കൊല്ലും, അതുകൊണ്ട് പത്മ മേഡം പറഞ്ഞതുപോലെയാണ് അവർ ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് പത്മ മേഡം എന്താണോ ആരതിയോട് പറഞ്ഞത് അത് സൂര്യ സാറിൻ്റെ അടുത്ത് പോയി പറയണം, സാറിനെയും എന്നെയും പിരിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെയുള്ള ചതിയൊക്കെ ചെയ്യുന്നത്, പക്ഷേ അവരുടെ ഒരു വേലയും നടക്കാൻ പോകുന്നില്ല, ഞാൻ സൂര്യ സാറിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, അവർ എന്ത് തന്നെ കാണിച്ചാലും ശരി ഞാൻ ഈ വീട് വിട്ടു പോവില്ല, എൻ്റെ സൂര്യ സാറിൻ്റെ അസുഖം ഭേദമാകുന്നത് വരെ എനിക്ക് സൂര്യ സാറിനെ ഒരു നോക്ക് കാണാതെ ഞാൻ ഈ വീട് വിട്ട് എന്ത് തന്നെ ചെയ്താലും ഞാൻ പോവില്ല, പക്ഷേ നമുക്ക് വിവേകിനെ പുറത്തിറക്കണം, അതുകൊണ്ട് ആരതി പോയി സൂര്യ സാറിനോട് ഇക്കാര്യം പറയണം എന്ന് പറയട്ടോ. അങ്ങനെ പത്മയുടെ അടുത്തേക്ക് ആരതി ചെല്ലാണ്, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം ഏട്ടനോട്, ഞാൻ ഇക്കാര്യം പറഞ്ഞോളാം, പക്ഷേ വിവേകിനെ വെറുതെ വിടാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നീ പോയി പറയ് സൂര്യയോട്, എന്നിട്ട് ഞാൻ വിവേകിനെ പുറത്തിറക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം എന്ന് പത്മ പറയാണ്. അങ്ങനെ ആരതി കരഞ്ഞുകൊണ്ട് സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴൊക്കെ സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ച് കരയുകയാണ്. ആരതിയെ കാണുമ്പോൾ സൂര്യയ്ക്ക് വല്ലാത്ത ആശ്വാസമാവാണ്. ആരതി നീ ഒന്ന് നന്ദിനിയെ ഇവിടേക്ക് കൊണ്ടുവരുമോ, ഇവരാരും തന്നെ നന്ദിനിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഇവരാരും എൻ്റെ അടുത്തേക്ക് നന്ദിനിയെ പറഞ്ഞു വിടുന്നില്ല, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ചതിയൻ കൂട്ടങ്ങൾ ചേർന്ന് എൻ്റെ നന്ദിനിയെ അവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ നന്ദിനി ഇവിടെ ഉണ്ട് എന്ന്, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്, എൻ്റെ നന്ദിനി ഇവിടെ തന്നെയുണ്ട്, ഒരിക്കലും ഇവർ പറയുന്നത് പോലെ എൻ്റെ നന്ദിനി എന്നെ വിട്ടു പോവില്ല, അത് എനിക്ക് ഉറപ്പാണ്, ആരതി പ്ലീസ് ആരതി നീ ഒന്ന് നന്ദിനിയെ ഒന്ന് ഇവിടേക്ക് കൊണ്ടുപോവാ, എനിക്ക് നന്ദിനിയെ ഒന്ന് കാണണം എന്ന് പറയട്ടോ. അപ്പോൾ ആരതി അതൊക്കെ കേൾക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ്. ഏട്ടൻ എത്ര കൃത്യമായാണ് പറയുന്നത്, നന്ദിനി ഇവിടെ പോയിട്ടില്ല എന്നുള്ളത് ഏട്ടന് നല്ല വിശ്വാസമുണ്ട്, പക്ഷേ ഇവരൊക്കെ എന്ത് തന്നെ ശ്രമം നടത്തിയാലും നന്ദിനി ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ഇവരാര് തന്നെ എന്ത് പറഞ്ഞാലും ഏട്ടൻ അത് വിശ്വസിക്കുന്നില്ല,
പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ അവസാനം ആരതി കരഞ്ഞുകൊണ്ട് പറയാണ്, ഏട്ടാ ഇവർ പറയുന്നത് ശരിയാണ്, നന്ദിനി അവളുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി, ഇവർ പറയുന്നത് സത്യമാണ് എന്ന് ആരതി പൊട്ടിക്കരഞ്ഞോണ്ടാണ് കേട്ടോ പറയുന്നത്. അത് കേട്ടപ്പോൾ സൂര്യ അങ്ങ് ഷോക്കാവുകയാണ്. എന്നിട്ട് സൂര്യ കരഞ്ഞുകൊണ്ട് പറയണേ, എൻ്റെ നന്ദിനി എന്നെ വിട്ടു പോയി എന്നോ? ഇല്ല, എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. നന്ദിനി എൻ്റെ ഈ അവസ്ഥയിൽ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ട്, ഞാനത് വിശ്വസിക്കില്ല ആരതി, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. എൻ്റെ നന്ദിനി എന്നെ വിട്ടു പോവില്ല, നീ ഒന്ന് നന്ദിനിക്ക് എനിക്ക് ഫോൺ വിളിച്ച് താ ആരതി, ഞാനൊന്ന് സംസാരിക്കട്ടെ. എനിക്ക് ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് ഇവരെല്ലാവരും പറയുന്നുണ്ട് നന്ദിനി ഇവിടെ ഇല്ല എന്ന്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നന്ദിനി എന്നെ വിട്ട് ഇവിടെ നിന്ന് പോയി എന്നാണോ? പക്ഷേ എനിക്ക് നന്ദിനി ഇവിടെ ഉള്ളത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സൂര്യ കരഞ്ഞുകൊണ്ട് പറയാണ്. അങ്ങനെ നന്ദിനിക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി ആരതിയോട് പറയുന്ന സമയത്ത്, ഏട്ടാ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആരതി അങ്ങ് പോവാട്ടോ. അപ്പോൾ ആരതി ഇനി എന്താ പോകുന്നത് എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. പക്ഷേ സൂര്യയുടെ മുന്നിൽ ആരതി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഒരിക്കലും എൻ്റെ അനിയത്തി എന്നോട് കള്ളം പറയില്ല, പിന്നെ ഇവർ പറയുന്നതാണോ അപ്പോൾ സത്യം, എൻ്റെ നന്ദിനി എന്നെ വിട്ടു പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂര്യ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ആരതിയോട് പത്മ പറഞ്ഞതുപോലെ തന്നെ വിവേകിനെ പുറത്തിറക്കാൻ വേണ്ടി പോലീസിനെ വിളിച്ച് പറയുകയാണ്. അങ്ങനെ ആരതി നേരെ നന്ദിനിയുടെ അടുത്തേക്ക് ചെന്ന് പൊട്ടിക്കരയാണ്. ഞാൻ വലിയൊരു ചതിയാണ് ഏട്ടനോട് ചെയ്തത്, ഞാൻ പറഞ്ഞ എൻ്റെ ഈ ശാപം എന്നെ വിട്ട് ഒരിക്കലും പോവില്ല, ഏട്ടനെ ഞാൻ പറ്റിച്ചില്ലേ, ഏട്ടൻ എത്രമാത്രം അധികം വിശ്വസിച്ചതാണ്, എന്നിട്ട് എൻ്റെ ഏട്ടനെ എനിക്ക് ചതിക്കേണ്ടി വന്നില്ലേ, ഞാൻ എന്തൊരു മഹാഭാവമാണ് ചെയ്തത്, എനിക്ക് വിവേകിനെ പുറത്തിറക്കാൻ ഇങ്ങനെ ഒരു വഴിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല, ഞാൻ ഏട്ടനോട് എന്ത് വലിയ ചതിയാണ്, എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തത്, ഇതോർത്ത് എൻ്റെ കുറ്റബോധം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആരതി പൊട്ടിക്കരഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നന്ദിനി ആരതിയെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്, വിവേകിനെ പുറത്തിറക്കാൻ വേണ്ടിയല്ലേ, അതിന് ഇങ്ങനെ ഒരു ചതി ചെയ്തു എന്ന് ഏട്ടൻ ഒരിക്കലും കരുതില്ല, ഏട്ടന് എല്ലാ സത്യാവസ്ഥയും ഇവരെക്കുറിച്ചൊക്കെ നല്ലതുപോലെ അറിയാം, നിരപരാധിയായ വിവേകിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ, സൂര്യ സാറിനോട് കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും, പക്ഷേ ഇവരെന്ത് തന്നെ പ്ലാൻ ചെയ്താലും ശരി, ഞാൻ ഈ വീട് വിട്ടു പോവില്ല, സൂര്യ സാറിനെ കാണാതെ ഞാൻ ഒരിക്കലും ഈ വീട് വിട്ടു പോവില്ല എന്ന് നന്ദിനിയും ആരതിയോട് പറയണേ. അങ്ങനെ ആരതി പോയി കഴിഞ്ഞ ശേഷം ആത്മയും വേദയും ഇന്ദ്രജയും വിജയൻ കൂടി പ്ലാൻ ചെയ്തത് നടത്തിയെടുത്ത സന്തോഷത്തിലാണ്. അപ്പോൾ അവർ പറയാണ്, ഇനി എത്രയും പെട്ടെന്ന് നന്ദിനിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം, അതിനുള്ള വഴിയാണ് ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ആര് പറഞ്ഞിട്ടും സൂര്യ അത് വിശ്വസിച്ചില്ലല്ലോ, പക്ഷേ ആരതി പറഞ്ഞപ്പോൾ സൂര്യ വിശ്വസിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്, അതുകൊണ്ട് ഇനി നന്ദിനിയെ നമുക്ക് ഈ വീട്ടിൽ നിന്നും ഏത് മാർഗത്തിലാണെങ്കിലും ശരി നന്ദിനിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് 3 പേരും കൂടി പറയണം. അപ്പോൾ വേദ പറയണ, അവളെ പറഞ്ഞു വിടുന്നതിൻ്റെ മുന്നേ അവളെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം, എന്നിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി, അല്ലാതെ അവൾ അങ്ങനെ സുഖിച്ചു പോവാനൊന്നും നിൽക്കണ്ട എന്ന് വേദ പറയട്ടോ. അങ്ങനെ നന്ദിനിയെ വിളിപ്പിക്കുകയാണ്, ഒപ്പം രാജുവും ഉണ്ട്. എന്നിട്ട് നന്ദിനിയോട് പറയണേ, നീ ഇപ്പം നല്ല സുഖിച്ച് ജീവിക്കുകയാണല്ലേ, ഇവിടുത്തെ പണിയൊന്നും ചെയ്യേണ്ട, ഇവിടെ വെറുതെ അങ്ങ് ഇരുന്നാൽ മതിയല്ലോ, ഇത് നടക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി തരണം, അങ്ങനെ നീ ഇപ്പോൾ സുഖിക്കണ്ട എന്ന് വേദ പറയണേ. അപ്പോൾ നന്ദിനി ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ. എന്നിട്ട് ഇന്ദ്രജ് പറയണേ, എനിക്ക് നൂൽപുട്ടും തേങ്ങാപ്പാലും വേണം. അപ്പോൾ വേദ പറയണേ, എന്തിനാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത്, വല്ല നോൺ വെജും കഴിച്ചാൽ പോരെ, നിനക്ക് നോൺ വെജ് കഴിക്കണമെങ്കിൽ നീ കഴിച്ചോ, പക്ഷേ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നത് നൂൽപുട്ടും തേങ്ങാപ്പാലും മതി. അപ്പോൾ വേദ പറയണേ, എനിക്കെന്തായാലും നോൺ വെജ് വേണം. അപ്പോൾ പത്മ പറയണേ, എനിക്ക് നല്ല പുട്ടും കടലയുമാണ് വേണ്ടത്, അതിനോടൊപ്പം എനിക്ക് കേസരിയും വേണം, നീ ഉണ്ടാക്കുന്ന ആ കേസരിയില്ല അതെനിക്ക് വേണം, അതെനിക്ക് നിർബന്ധമാണ് എന്ന് പറയട്ടെ. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭക്ഷണങ്ങൾ അങ്ങ് ഓർഡർ ഇടുകയാണ് നന്ദിനിയോട് ഉണ്ടാക്കാൻ പറഞ്ഞ്. അങ്ങനെ നന്ദിനി അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പത്മ പറഞ്ഞതുപോലെ കേസരിയും ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ആ കേസരി ആണെങ്കിലോ സൂര്യയ്ക്ക് നല്ല ഇഷ്ടമാണ്, നന്ദിനി ഉണ്ടാക്കിയ കേസരിക്ക് പ്രത്യേക രുചിയാണെന്ന് എപ്പോഴും സൂര്യ പറയാറുണ്ട്. അങ്ങനെ ആ കേസരിയും ഉണ്ടാക്കി വെച്ച ശേഷം നന്ദിനിയുടെ ബാഗിൽ നിന്നും നന്ദിനി പ്രാർത്ഥിക്കുന്ന താനൂരമ്മയുടെ ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് നേരെ പൂജാമുറിയിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് സൂര്യ സാറിന് ഒരു നോക്ക് ദൂരെ നിന്നിട്ടാണെങ്കിലും എനിക്ക് കാണാനുള്ള അവസരം അമ്മ ഉണ്ടാക്കി തരണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ്
നന്ദിനി കയ്യിൽ കർപ്പൂരം വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി കണ്ണടച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കർപ്പൂരം കയ്യിലേക്ക് അലിഞ്ഞു വരുന്നതൊന്നും നന്ദിനി അറിയുന്നില്ല. നന്ദിനിയുടെ കൈ പൊള്ളുന്നതോ ഒന്നും തന്നെ നന്ദിനി അറിയുന്നില്ല കേട്ടോ. അത്രയും കരഞ്ഞുകൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് സൂര്യ സാറിനെ എങ്ങനെയെങ്കിലും കാണാനുള്ള ഒരു വഴി ഒരുക്കി തരണേ, ദൂരെ നിന്നിട്ടാണെങ്കിലും എനിക്ക് കാണാൻ കഴിയണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം നന്ദിനിയെ കാണാൻ വേണ്ടി സൂര്യ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അലറിങ്ങോണ്ട് വിളിക്കുകയാണ്, നന്ദിനി ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് ഉറപ്പാണ് നന്ദിനി എന്നെ വിട്ട് ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞ് സൂര്യ വല്ലാതെ ബഹളം വെക്കുകയാണ്. ആ ബഹളം കേട്ടിട്ടാണ് വേദയും ഇന്ദ്രജയും പത്മയും ജയനും കൂടി റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ പത്മ പറയണേ, ഇവനോട് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ, നന്ദിനി ഇവിടെ ഇല്ല. നിങ്ങൾ ആദ്യം എനിക്ക് അച്ഛനെ ഒന്ന് വിളിച്ചതാ, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. അച്ഛൻ ഇപ്പോൾ മീറ്റിങ്ങിലാണ്, ഈ സമയത്ത് വിളിക്കാൻ കഴിയില്ല. ഇപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വിളിക്കുമല്ലോ, ആ സമയത്ത് നിനക്ക് ഞാൻ തരാം, എന്നിട്ട് നീ സംസാരിച്ചാൽ മതി എന്ന് പത്മ പറയണേ. ഇല്ല, നിങ്ങളൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. എൻ്റെ നന്ദിനിയെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലാതെ നന്ദിനി എന്നെ വിട്ട് ഈ അവസ്ഥയിൽ ഒരിക്കലും പോവില്ല എന്ന് വീണ്ടും വീണ്ടും നന്ദിനിയെക്കുറിച്ച് സൂര്യ പറയട്ടോ. അപ്പോൾ പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പത്മ പറയണേ, അവനെ ആ മരുന്ന് കൊടുക്ക്, എന്നിട്ട് അവൻ ഉറങ്ങിക്കിടക്കട്ടെ, അവന് മയങ്ങിക്കിടക്കട്ടെ, അതാണ് നല്ലത്. ഇവൻ എത്ര പറഞ്ഞാലും എൻ്റെ തലയിൽ കയറില്ല, നീ ആ മരുന്ന് കൊടുക്ക് എന്ന് ഇന്ദ്രജയോട് പറയുമ്പോൾ അതിന് അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ വിവേക് പോയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ വിവേക് ഭക്ഷണം കൊണ്ടുവരുന്ന അതിൽ അപ്പോൾ കേസരിയും ഉണ്ടാവും കേട്ടോ, നന്ദിനി ഉണ്ടാക്കിയ ആ കേസരിയും ഉണ്ടാവും. അങ്ങനെ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി വിവേകിൻ്റെ കയ്യിൽ നിന്നും ആ പ്ലേറ്റ് വാങ്ങാൻ കേട്ടോ. എന്നിട്ട് ഇന്ദ്രജ അത് കൊടുക്കാൻ നിൽക്കുമ്പോൾ, ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ആ പാത്രം അങ്ങ് തട്ടി തെറിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ തട്ടി തെറിപ്പിക്കുന്ന സമയത്ത് സൂര്യയുടെ ബെഡിലേക്കാണ് കേസരിയുടെ പാത്രം വന്ന് വീഴുന്നത്. അങ്ങനെ സൂര്യ വീണ്ടും ബഹളം വെക്കുകയാണ്, എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത്, എനിക്ക് നന്ദിനിയെ കാണണം, അല്ലെങ്കിൽ നന്ദിനിയെ വിളിക്കണം, അല്ലെങ്കിൽ അച്ഛനെ വിളിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ബഹളം വെക്കുകയാണ്. അങ്ങനെ പെട്ടെന്നാണ് സൂര്യയുടെ കണ്ണിൽ ആ കേസരി കാണുന്നത്. അതോടുകൂടി സൂര്യ ആ കേസരി എടുക്കുകയാണ്. അപ്പോൾ വിവേക് പറയാം, ആ നന്നായിട്ട് വിശന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ അത് എടുക്കുന്നത് വിവേക് പതിയെ പറയാട്ടോ. എന്നിട്ട് സൂര്യ ആ കേസരി എടുത്തുകൊണ്ട് ഇത് നന്ദിനി ഉണ്ടാക്കിയ കേസരിയല്ലേ എന്ന് ചോദിച്ചതോടുകൂടി പത്മയും വേദയും ഇന്ദ്രജയും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അല്ല, ഇത് രാജു ഉണ്ടാക്കിയത് അല്ല, ഇത് രാജുവേട്ട് ഉണ്ടാക്കിയതല്ല, ഇത് നന്ദിനി ഉണ്ടാക്കിയത് തന്നെയാണ്. രാജു ഇങ്ങനെയല്ലേ ഉണ്ടാക്കുക, നീ എന്താ പറഞ്ഞത്? അല്ല, ഇത് രാജു ഉണ്ടാക്കിയതാണ്. അല്ല, ഇത് രാജു ഉണ്ടാക്കിയതല്ല എന്ന് സൂര്യ വീണ്ടും തറപ്പിച്ച് പറയട്ടോ. എന്നിട്ട് അതിൽ നിന്നും ലേശം എടുത്ത് ടേസ്റ്റ് ചെയ്യുകയാണ്. ആ, ഇത് എൻ്റെ നന്ദിനി ഉണ്ടാക്കിയതാണ്, അപ്പോൾ എൻ്റെ നന്ദിനി ഇവിടെ തന്നെ ഉണ്ട്, ഉറപ്പായും നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതാണ്, മര്യാദയ്ക്ക് എൻ്റെ നന്ദിനിയെ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അങ്ങ് ദേഷ്യം പിടിച്ച് അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും അങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ. അതോടുകൂടി പത്മയ്ക്കും വേദയ്ക്കും ഇന്ദ്രജിക്കും വിജയനൊന്നും അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് സൂര്യ അവിടെ ഇരിക്കുന്ന കള്ളുകുപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. അപ്പോൾ കുപ്പിച്ചില്ലൊക്കെ നിലത്തിങ്ങനെ ചെതറി വീഴുകയാണ്. അപ്പോഴത്തേക്കും ദേഹത്തേക്ക് വീഴുമെന്ന് കരുതി പത്മയും വേദയും ഇന്ദ്രജയും വിജയനും അവിടെ നിന്നങ്ങ് ഓടിപ്പോവുകയാണ്. എങ്ങാനും സൂര്യ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയിൽ കേട്ടോ. അങ്ങനെ നന്ദിനിയാണെങ്കിൽ ആ സമയത്ത് പൂജാമുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് ഇനി പത്മ താഴേക്ക് വരുന്നത്. അങ്ങനെ പത്മ ചെല്ലുന്ന സമയത്ത് ഇവള് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ കൈ അങ്ങ് തട്ടുകയാണ് കേട്ടോ. നന്ദിനിയുടെ കയ്യിൽ അപ്പോഴത്തേക്കും പൊള്ളിയിട്ടൊക്കെ ഉണ്ടാവും. എന്നിട്ട് നന്ദിനിയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ്. എന്നിട്ട് നന്ദിനിയെ വലിച്ചഴച്ചുകൊണ്ട് കൊണ്ടുപോവാണ് കേട്ടോ. മതി, നീ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല, നിന്നെ കൊണ്ടുപോകാനുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നന്ദിനിയെ വലിച്ചഴക്കുന്നത്. അപ്പോഴും നന്ദിനി തറയിൽ നിന്നും എണീക്കുന്നില്ല. അപ്പോൾ നന്ദിനിയെ വലിച്ചഴക്കുകയാണ് പത്മ. അപ്പോഴത്തേക്കും പത്മ വിളിച്ച ഗുണ്ടകൾ വരികയാണ്. ഒരു സ്ത്രീയും ഒരാളും വരികയാണ് നന്ദിനിയെ വാനിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്ദിനിയെ വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോൾ നന്ദിനി നല്ല ബലം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ ഇവൾ കഴിക്കുന്നത്, ഇവൾക്ക് എന്താ ഇത്രയ്ക്ക് ആരോഗ്യമോ എന്നൊക്കെ പത്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സൂര്യ ഇങ്ങനെ നടന്ന് എനിക്ക് നന്ദിനിയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ താഴേക്ക് ഇങ്ങനെ പതിയെ പതിയെ ഞരങ്ങിയിട്ടാണെങ്കിലും താഴേക്ക് ഇറങ്ങി വരികയാണ്. കാലുകൊണ്ട് ഒരടി പോലും വെക്കാൻ കഴിയാതെ സൂര്യ വേദന സഹിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സൂര്യയുടെ റൂമിലാണെങ്കിൽ നിറയെ കുപ്പിച്ചില്ലുകളൊക്കെ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് സൂര്യ എങ്ങനെയൊക്കെയോ താഴേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. നിരങ്ങിയിട്ടൊക്കെ ആയിട്ട് നടന്നിട്ടൊക്കെ ആയിട്ട് ആ വേദന കടിച്ചു പിടിച്ച് സഹിച്ചുകൊണ്ടാണ് സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും പത്മ നന്ദിനിയെ വലിച്ചഴച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ നന്ദിനിയെ കൊണ്ടുപോകാനുള്ള ഗുണ്ടകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നന്ദിനിയെ കൊണ്ടുപോകാൻ വേണ്ടി വാനിലേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ച് അലറുന്നത് കേട്ടോ. ആ ഒരു സൗണ്ട് കേട്ട് നന്ദിനി അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യ അവിടെ നിൽക്കുന്നു.
പോകുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്കും സൂര്യ താഴേക്ക് വേദന സഹിക്കാൻ കഴിയാതെ നിൽക്കാൻ കഴിയാതെ താഴേക്ക് അങ്ങ് വീണു പോവുകയാണ്. അപ്പോൾ സൂര്യ വീണത് കണ്ടതോടുകൂടി നന്ദിനിക്ക് പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയുന്നില്ല. സൂര്യയുടെ അടുത്തേക്ക് ഉള്ള ശക്തിയൊക്കെ പ്രയോഗിച്ച് അവരെ എല്ലാം തട്ടി മാറ്റിയ ശേഷം അവരുടെ കൈയൊക്കെ കുതറി മാറ്റിയ ശേഷം നന്ദിനി ഓടി ചെല്ലുകയാണ് സൂര്യയുടെ അടുത്തേക്ക്. എന്നിട്ട് സൂര്യ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. "സൂര്യ സാർ എന്തു പറ്റി സൂര്യ സാർ" എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. "സൂര്യ സാറിന് എണീക്കാൻ വയ്യേ? ഞാൻ സൂര്യ സാറിനെ സഹായിക്കാം" എന്ന് പറഞ്ഞ് നന്ദിനി ഇനി സൂര്യയെ പൊക്കിയെടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ നന്ദിനിയെയും സൂര്യയെയും അകറ്റാൻ വേണ്ടി നോക്കിയ പത്മയും വേദയും ഇന്ദ്രജയും വിജയൻ്റെയും പ്ലാനുകളൊക്കെ ചീറ്റിപ്പോയി. സൂര്യയും നന്ദിനിയും ഒന്നാവുകയാണ്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.